Good morning, students. Good morning, sir. Good morning, sir. Good morning. നിങ്ങൾക്ക് മോഡ്യൂൾ 1 മോഡ്യൂൾ 2 എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഡെയിലി ലെസൺസ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. എല്ലാവരും നോട്ട്സ് ചെയ്യുന്നതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. So please respond. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Yes, sir. ഒന്നുമില്ല, doubt ഒന്നും. Yes, sir. Sir, doubts ഒന്നുമില്ല. So then can we start our third module? Sir. Yes, sir. Okay. So third module നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് തേർഡ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തേർഡ് മോഡ്യൂളിൽ കുറച്ച് തിയറി പോർഷൻസ് ആണ് പഠിക്കുന്നതെങ്കിലും അത് ത്രൂ ഔട്ട് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 2, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 3, 4, 5, 6 എല്ലാത്തിനും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തേർഡ് മോഡ്യൂൾ മുതൽ പഠിച്ചു പോകുന്നത്. ഫസ്റ്റ് 2 മോഡ്യൂൾസിൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളുടെ വളരെ ചെറിയ ഡീറ്റെയിൽസ് മാത്രമേ പഠിക്കാനുണ്ടായുള്ളൂ. 3, 4, 5, 6 കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ബട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കമ്മിങ് സെമസ്റ്റേഴ്സിനെല്ലാം അത് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോഡ്യൂൾ 3 നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ. സ്ട്രെങ്ത്. സോ നിങ്ങൾക്ക് എന്താ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ അറിയാവുന്നേ? സ്ട്രെങ്ത് എന്തായിരിക്കും സ്ട്രെങ്ത്? സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ. എന്താ സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ എന്ന് വെച്ചാലോ? Sir, durability, like അതല്ല, ഫൗണ്ടേഷൻ ഒക്കെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന. ഡ്യൂറബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് രണ്ടും ഡിഫറെന്റ് ആണ്. ഡ്യൂറബിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ ഡ്യൂറബിൾ ആവത്തുള്ളൂ. ലൈക്ക് മെറ്റീരിയലിന് സ്ട്രെങ്ത്. സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ഡിഫറെന്റ് ആണ്. സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ ഡ്യൂറബിലിറ്റി ഉണ്ടാകുള്ളൂ. രണ്ടും ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഡ്യൂറബിലിറ്റി എന്ന് വെച്ചാൽ എത്ര കാലം അത് ലാസ്റ്റ് ചെയ്യും. അപ്പൊ ലാസ്റ്റ് ചെയ്യുന്നതും അത് ഫുൾ സ്ട്രെങ്ത് തന്നെ വേണമെന്നില്ല അത് ലാസ്റ്റ് ചെയ്യാനായിട്ട്. രണ്ടും ഡിപ്പെൻഡന്റ് ആണെങ്കിലും കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോ ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരാം. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് ഇപ്പോ എൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ബോക്സ് വേണ്ട, ഒരു ബ്രിക്ക്. ഇതൊരു ബ്രിക്കാണ്. ഈ ബ്രിക്കിന്റെ വെയിറ്റ് ഫോർ എക്സാമ്പിൾ ഒരു 10 കിലോഗ്രാം. ഫോർ എക്സാമ്പിൾ ഒരു 10 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ബ്രിക്ക്. ഈ ബ്രിക്കിലേക്ക് ഞാൻ ഒരു 25 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഹാമർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യാണ്. വാട്ട് ഹാപ്പൻസ്? ബ്രിക്കിന് എന്ത് സംഭവിക്കാം? 10 കിലോഗ്രാം വെയിറ്റ് ഉള്ള ബ്രിക്കിനെ 25 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഹാമർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക? ബ്രിക്ക് പൊട്ടിപ്പോവും. അപ്പോൾ അതാണ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ ആ എക്സ്റ്റേണൽ ഫോഴ്സിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈഫ് എത്ര നാളുണ്ടാവും, അതാണ് ഡ്യൂറബിലിറ്റി. ക്ലിയർ ആണോ? ഇപ്പൊ ഈ ബ്രിക്ക് എത്ര നാൾ ഇതിനകത്ത് എന്താ ഈ ബ്രിക്സിന് ഇപ്പോൾ ബ്രിക്സിനകത്ത് വരുന്ന ചേഞ്ചസ് എന്തായിരിക്കും? ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വേരിയേഷൻസ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് ബ്രിക്സിനകത്ത് ചേഞ്ചസ് ഉണ്ടാകാം. ഡ്യൂറിങ് ഹോട്ട് സണ്ണി ഡേയ്സ്, നല്ല ചൂടുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ ബ്രിക്സിന് എന്ത് സംഭവിക്കും? അതിനകത്തൊരു തെർമൽ എക്സ്പാൻഷൻ പോസിബിൾ ആണ്. അതേ കണക്ക് തന്നെ ഡ്യൂറിങ് റെയിനി സീസൺസിനകത്ത് ബ്രിക്സിനകത്ത് വാട്ടർ വന്ന് കയറി കഴിഞ്ഞാൽ അതിനകത്ത് എഫ്ലോറസൻസ് ഒക്കെ കോസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻസ് കൊണ്ട് ബ്രിക്സ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്യൂറബിലിറ്റി ആണ് അവിടെ പറയുന്നത്. ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പോൾ എത്ര കാലം അത് നീണ്ടു നിൽക്കും.
അപ്പോൾ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, അതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ തേർഡ് മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ ആണ്. സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ മാത്രമല്ല, അത് കഴിഞ്ഞ് സ്റ്റിഫ്നെസ് എന്നൊരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ബോഡിയുടെ സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ സിവിലുകാർക്ക് പഠിക്കാനുണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നും പറഞ്ഞിട്ട്. അപ്പൊ നമുക്കത് ഫുൾ ആയിട്ടൊന്നും പഠിക്കാനില്ല, അതിന്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താണ്, ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയലിനകത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ മെറ്റീരിയലിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അത് ഡിറ്റീരിയോറേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഷേപ്പിനകത്ത് വേരിയേഷൻസ് വരുമോ, അതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ എന്താണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ? സോ നമ്മളത് ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, ദ റെസിസ്റ്റൻസ് ബൈ വിച്ച് മെറ്റീരിയൽ ഓഫ് ദ ബോഡി ഒപ്പോസസ് ഡിഫോർമേഷൻ. Strength of a material is defined as the resistance by which the material of a body opposes deformation is known as strength of a material. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡി എന്ത് ചെയ്യും, ആ ബോഡിയുടെ ബിഹേവിയർ എന്താണ്, അതാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മെറ്റീരിയലിന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സോ ഫസ്റ്റ് വൺ ആണ് ദ മാക്സിമം ലോഡ് ഓർ ഫോഴ്സ് എ മെമ്പർ ക്യാൻ ടേക്ക്. മാക്സിമം ഫോഴ്സ് ഓർ ലോഡ് ദ മെമ്പർ ക്യാൻ ടേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. നമുക്കിവിടെ 10 കിലോഗ്രാം ഉള്ള ഒരു ബ്രിക്ക് ഉണ്ട്. ഈ 10 കിലോഗ്രാം ബ്രിക്കിനകത്ത് ഒരു 2 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഹാമർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രിക്സിന് എന്ത് സംഭവിക്കാം? ബ്രിക്സ് ചിലപ്പോ അത് വിസ്റ്റാൻഡ് ചെയ്യും. അപ്പോ എന്താണ് ഈ ബ്രിക്ക് സ്ട്രെങ്ത് ആണ് കമ്പയറിംഗ് ടു ദ എക്സ്റ്റേണൽ ലോഡ് ഇറ്റ് ഈസ് അപ്ലൈഡ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്ന പോയിന്റ്, മാക്സിമം ലോഡ് ഓർ ഫോഴ്സ് എ മെമ്പർ ക്യാൻ ടേക്ക്. ഇനി സെക്കൻഡ് ആണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡ്സ് ഓർ ഫോഴ്സസ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യും. ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡ് ഫസ്റ്റ് വൺ ആണ് ആക്സിയൽ ഫോഴ്സ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ്, ടോർഷൻ മൊമെന്റ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ ജോമെട്രി ആൻഡ് മെറ്റീരിയൽ ഓഫ് ദ മെമ്പർ. ഡിപ്പെൻഡിങ് ഓൺ ദ ജോമെട്രി ആൻഡ് മെറ്റീരിയൽ ഓഫ് ദ മെമ്പർ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ബ്രിക്ക് ഇതൊരു സിമെന്റ് ബ്ലോക്ക് ആണെങ്കിൽ, സിമെന്റ് ബ്ലോക്ക്, നമ്മൾ സിമെന്റ് ബ്രിക്സ് കണ്ടിട്ടില്ലേ, സിമെന്റ് ബ്രിക്ക്. ഇപ്പോൾ സിമെന്റ് ബ്രിക്ക് 10 കിലോഗ്രാമിന്റെ ഒരു സിമെന്റ് ബ്രിക്കും ഉണ്ട്, 10 കിലോഗ്രാമിന്റെ ഒരു ക്ലേ ബ്രിക്കും ഉണ്ട്, ക്ലേ ബ്രിക്ക്. രണ്ടിനകത്തും ഒരു 5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഹാമർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യാണ്. അപ്പോൾ ഒന്ന് ഇത് ക്ലേ ആണ്, ഇത് ക്ലേ ബ്രിക്ക് ആണ്, ഇത് സിമെന്റ് ബ്രിക്ക് ആണ്. രണ്ടിലേക്കും ഒരു 5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഹാമർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യാണ്. ഏതായിരിക്കും ആദ്യമേ പെട്ടെന്ന് തന്നെ ഫെയിൽ ആയി പോകുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടി ബ്രേക്ക് ചെയ്ത് പോകുന്ന ഏത് ബ്രിക്ക് ആയിരിക്കും? ക്ലേ ബ്രിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്തു പോകും. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ഓഫ് ദ മെമ്പർ. എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ആ മെമ്പർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, അത് കണക്ക് തന്നെ ജോമെട്രി ഡിപ്പെൻഡ് ചെയ്യും. ജോമെട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകിൽ സർക്കുലർ ജോമെട്രി വരാം, അല്ലെങ്കിൽ റെക്ടാങ്കുലർ ജോമെട്രി വരാം, അല്ലെങ്കിൽ ഹെക്സഗൺ വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോളിഗണൽ ഷേപ്പ്. അപ്പോൾ റെഗുലർ ജോമെട്രി ആണെങ്കിൽ, റെഗുലർ ജോമെട്രി മീൻസ് ഒന്നുകിൽ സ്ക്വയർ, റെക്ടാങ്കുലർ, അങ്ങനെ എന്തെങ്കിലും റെഗുലർ ഫിഗേഴ്സ് ഒക്കെ ആണെങ്കിൽ മെറ്റീരിയൽ സ്ട്രെങ്ത് ഒരുപാട് അബ്സോർബ് ചെയ്യും, ഒരുപാട് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ടോർഷൻ ആണോ? ടോർഷൻ മൊമെന്റ് എന്ന് വെച്ചാൽ നോക്കിക്കോ, ഇപ്പൊ ഇതൊരു ബീമാണ്. ബീം എന്താന്നൊക്കെ ഓർക്കുന്നില്ലേ നിങ്ങള്? ഹൊറിസോണ്ടൽ മെമ്പർ ആണ് ബീം. ഈ ബീമിനകത്തേക്ക് ഒരു ട്വിസ്റ്റിംഗ് എഫക്റ്റ് വരുവാണെങ്കിൽ അതിനെയാണ് ടോർഷൻ എന്ന് പറയുന്നത്. ടോർഷൻ ഒരു ഹൊറിസോണ്ടൽ ബീമിൽ ഒരു ട്വിസ്റ്റിംഗ് എഫക്റ്റ് വരുന്നതിനാണ് ടോർഷൻ എന്ന് പറയുന്നത്. ടോർഷൻ. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് സ്ട്രെസ്. അപ്പോ സ്ട്രെസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സോ ഇതൊരു
ഹൊറിസോണ്ടൽ ബാർ ആണ്. ഈ ഹൊറിസോണ്ടൽ ബാറിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുവാണ്, എ ഫോഴ്സ് എഫ്. അപ്പൊ എന്ത് സംഭവിക്കാം? ബോഡിക്ക് രണ്ട് സൈഡിലേക്ക് കൊടുക്കുവാണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എഫ് ഒരു ബോഡിയിലേക്ക് കൊടുക്കുവാണ്. എന്തൊക്കെ സംഭവിക്കും എന്ന് പറയാമോ? ഈ ഒരു ബോഡിയിൽ ഞാൻ ഫോഴ്സ് എഫ് രണ്ട് സൈഡിലേക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്യാണ്. എന്ത് ചെയ്യും? എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എനിക്ക് വ്യക്തമായില്ല, എല്ലാരും കൂടി പറഞ്ഞപ്പോ. ഫോഴ്സ് സീറോ ആകില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് രണ്ട് കൈ കൊണ്ട് രണ്ട് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് എന്തെങ്കിലും സംഭവിക്കുമോ? എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ റബ്ബർ ബാൻഡിന്റെ സ്ഥലത്ത് ഇപ്പോ നിങ്ങളുടെ ഒരു എന്താണ് ഒരു ഇറേസർ എടുത്ത് രണ്ട് സൈഡിലേക്കും വലിച്ചാൽ അത് ഇലോങ്ങേറ്റ് ചെയ്യോ? ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നിങ്ങൾ രണ്ട് സൈഡിലേക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്യും, ആ റബ്ബർ ബാൻഡ് ഇലോങ്ങേറ്റ് ചെയ്യും. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഇറേസർ എടുത്ത് വെച്ച് നമ്മളുടെ സെയിം ഫോഴ്സ് രണ്ട് സൈഡിലേക്ക് അപ്ലൈ ചെയ്താൽ റബ്ബർ ബാൻഡ് ഇലോങ്ങേറ്റ് ചെയ്യുന്ന ഇലോങ്ങേറ്റ് ചെയ്യോ? ഇല്ല. എന്തുകൊണ്ടാണ്? സോ നിങ്ങൾക്ക് ഈ ഫിഗറിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കോ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് അതിന് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യും. നമ്മൾ എത്രമാത്രം ഇപ്പൊ ഞാൻ ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, 5 ന്യൂട്ടൺ ഫോഴ്സ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാണ്. ആ സെയിം 5 ന്യൂട്ടൺ ഫോഴ്സ് റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ത് ചെയ്യും? റബ്ബറിന്റെ ഉള്ളിലേക്ക് ആക്ട് ചെയ്യും. അതേ കണക്ക് ഇവിടെ നമ്മൾ 5 ന്യൂട്ടൺ ഫോഴ്സ് ആണ് എക്സ്റ്റേണലി കൊടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന ബോഡി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് 5 ന്യൂട്ടൺ ഫോഴ്സ് ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ബോഡി ഡെവലപ്പ് ചെയ്യും, റെസിസ്റ്റിംഗ് ഫോഴ്സ്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അതേ റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ് ആ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ദ ബോഡി വിൽ നോട്ട് ഡിഫോം. ആ ബോഡിയുടെ ഷേപ്പിന് ഒരു ചേഞ്ചസും സംഭവിക്കില്ല, റെസിസ്റ്റിംഗ് ഫോഴ്സ്. അപ്പോ നിങ്ങൾ ഒരു അയൺ റോഡ് എടുത്തിട്ട് നിങ്ങൾ വലിച്ചു നോക്കിക്കേ, ഒരുപാട് വലിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുമോ? ഒരു TMD ബാർ, ഒരു TMD ബാർ, ഒരു 1 മീറ്റർ ലെങ്ത് TMD ബാറിൽ നിങ്ങൾ രണ്ട് സൈഡിലേക്കും ഒരു 5 ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്യാണ്. ആ TMD ബാറിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ? ഉണ്ടാകില്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ 5 ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആ TMD ബാർസിന് ഉള്ളിൽ തന്നെ 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആ ബോഡിക്കകത്ത് ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഈ റെസിസ്റ്റിംഗ് ഫോഴ്സ്, അപ്പോൾ ഈ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ is defined as stress. So stress is defined as resisting force by cross-sectional area. Resisting force divided by cross-sectional area. Cross-section എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോ ഇതിന്റെ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ, ഈ കാണുന്ന പോർഷൻ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? അതാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇനി എന്താണ്? നമുക്ക് ഈ ബോഡി ഡിഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റിംഗ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. ബോഡി ഡിഫോം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റിംഗ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. സോ സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയ. ക്ലിയർ ആണോ പറഞ്ഞത്? സോ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കി അത് ക്ലിയർ ആയിട്ട് കാണാം. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ പോർഷൻ ആണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷൻ. ഇതെന്താണ്? സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്.
അപ്പോൾ നമുക്ക് എന്തറിയാം, ബോഡിക്കകത്ത് ഡിഫോർമേഷൻ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ, എന്താണ്, ബോഡിക്ക് ഒരു ചേഞ്ചും സംഭവിച്ചില്ലെങ്കിൽ എന്താണ്, റെസിസ്റ്റിംഗ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു അപ്ലൈഡ് ലോഡ്. Therefore stress is equal to external force by cross sectional area, and the unit of stress is Newton per meter square. അപ്പോൾ യൂണിറ്റ് ഓർത്തിരുന്നോണം, യൂണിറ്റ് ഓഫ് സ്ട്രെസ് എന്ന് വെച്ചാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ പാസ്കൽ എന്നും കൂടെ എഴുതും. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ, സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് പാസ്കൽ, PASCAL. ഈ ഒരു യൂണിറ്റ് ഓർത്തിരുന്നോണം. സ്ട്രെസ്സിന്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്തുകൊണ്ടാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞത്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. So unit of stress is defined as Newton per meter square. It can also be written as Pascal. 1 Newton per meter square എന്ന് പറയുന്നത് പാസ്കൽസ് ആണ്. ക്ലിയർ ആണോ സ്ട്രെസ്? വളരെ ഇമ്പോർട്ടന്റ് ടേം ആണ് സ്ട്രെസ്. നിങ്ങൾക്ക് ഇനി ഇനി തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ കണ്ടിന്യൂഷൻ വരുന്നിടത്തെല്ലാം നിങ്ങൾക്ക് സ്ട്രെസ് പഠിക്കാനുണ്ടാവും. ക്ലിയർ ആണോ? Yes, sir. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയതാണ് നിങ്ങളത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ട്രെസ്സിനകത്ത് ചോദിക്കാം. കണ്ടിന്യൂ ചെയ്യട്ടെ എങ്കിലോ? പറഞ്ഞോളൂ. റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്താണെന്ന് ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കോ. ഇതൊരു റോഡാണ്. ഈ റോഡിനകത്ത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ്. എന്ന് വെച്ചാൽ ഞാൻ പുറത്തേക്ക് പുഷ് ചെയ്യാണ് എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൊണ്ട്. ക്ലിയർ ആണോ? രണ്ടിടത്തേക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൊണ്ട് പുഷ് ചെയ്യാണ്. പക്ഷേ ഈ ബോഡിക്ക് ഇലോങ്ങേഷൻ ഒന്നും സംഭവിക്കരുതെങ്കിൽ എന്ത് ചെയ്യണം? ഈ പുറത്തേക്ക് പോകുന്ന ഫോഴ്സിന് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം? ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യണം. റെസിസ്റ്റിംഗ് ഫോഴ്സ് രണ്ടിടത്തും റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇപ്പോ നമ്മളൊരു ടേബിളിനെ പുഷ് ചെയ്ത് എന്ത് ചെയ്യും? ടേബിൾ എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്താ റെസിസ്റ്റിംഗ് ഫോഴ്സ്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യില്ലേ? അതേ കണക്ക് തന്നെയാണ് ഈ ബോഡിക്കകത്തും. നമ്മൾ എഫ് ബോഡിയിലേക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഇലോങ്ങേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ആർ ഡെവലപ്പ് ചെയ്യും. ലോഡ് അപ്ലൈ ചെയ്യുന്ന എവിടെയാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആർ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ ആറ് റെസിസ്റ്റിംഗ് ഫോഴ്സ് എഫിന് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യില്ല? there will not be any deformation. ഈ റെസിസ്റ്റിംഗ് ഫോഴ്സിനേക്കാളും കൂടുതലാണ് അപ്ലൈഡ് ഫോഴ്സ് എങ്കിൽ എന്ത് സംഭവിക്കും? the body will elongate. പക്ഷെ സ്ട്രെസ് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? both resisting force developed by the body and the applied force are equal. Clear ആണോ? Yes, എല്ലാവർക്കും ക്ലിയർ ആണോ? Yes, sir. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഇനിയുള്ള എന്താണ് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 2, 3, 4, 5, 6 എല്ലാം നമ്മൾ പറയുമ്പോൾ സ്ട്രെസ് എന്താണെന്നൊന്നും ഡിഫൈൻ ചെയ്യില്ല. നമ്മൾ പറഞ്ഞു പോകത്തേ ഉള്ളൂ ബാക്കി കൺസെപ്റ്റ്സ് ഒക്കെ. ഇതുകൊണ്ടാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. എന്നുവെച്ചാൽ ഏറ്റവും ബേസിക് ആണ്, നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് ഈ സ്ട്രെസ് എന്ന് വെച്ചാൽ ഉള്ളത്. കണ്ടിന്യൂ ചെയ്യാമോ? Yes, sir. ഇത് ബോർഡിൽ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിൽ ഇത് വരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്ട്രെസ്സിന്റെ യൂണിറ്റ് പറഞ്ഞു. സ്ട്രെസ്സിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ.
എന്തുകൊണ്ട് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വന്നു? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഈ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്താണ് ഫോഴ്സ്. ഒറിജിനൽ ലെങ്ത് ഇത്രയായിരുന്നു ഈ ബോഡിയുടെ. ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ചെറിയ ഇലോങ്ങേഷൻ വന്നു, ചെറിയൊരു ഇലോങ്ങേഷൻ. അപ്പോൾ ഈ ചെറിയ ഇലോങ്ങേഷൻ വന്നു. അപ്പൊ സ്ട്രെയിൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഇൻ ഡിഫോർമേഷൻ ബൈ ഒറിജിനൽ ഡിഫോർമേഷൻ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോ സ്ട്രെയിൻ യൂണിറ്റ് ഉണ്ടാകുമോ? സ്ട്രെയിൻ യൂണിറ്റ് വരുമോ? സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡിഫോർമേഷൻ ബൈ ഒറിജിനൽ ഡിഫോർമേഷൻ. പറഞ്ഞോ റേച്ചൽ, യൂണിറ്റ് ഉണ്ടാവുമോ? യൂണിറ്റ് ഇല്ല, യൂണിറ്റ് ഉണ്ടാകില്ല. ബിക്കോസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ലെങ്ത് ആണ്. ഇനി സ്ട്രെയിൻ നമുക്ക് ഒന്നെങ്കിൽ സ്മോൾ ഇ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എപ്സിലോൺ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. സ്മോൾ ഇ ആണ് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, സ്ട്രെസ്സും സ്ട്രെയിനും. അപ്പൊ സ്ട്രെസ് എന്ന് വെച്ചാൽ ഇക്വേഷൻ ഓർത്തിരിക്കുക, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ വെറും ഫോഴ്സ് എന്ന് പറഞ്ഞ് പഠിക്കരുത്. റെസിസ്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇനിയിപ്പോ സ്ട്രെയിൻ പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഈ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്തായിരുന്നു? പറഞ്ഞേ, സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ വേറൊരു പേരും കൂടി പറയും. എന്തായിരുന്നു അത്? പാസ്കൽസ്. അത് മറന്നു പോയത്. ചിലപ്പോ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ 1 പാസ്കൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. സോ നെക്സ്റ്റ്, what are the different forces? First one, tensile force, compressive force, shear force and torsional forces. ഇതിനകത്ത് കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ കംപ്രസീവ് ഫോഴ്സ് ആൻഡ് ടെൻസൈൽ ഫോഴ്സസ് ആർ നോൺ ആസ് ആക്സിയൽ ഫോഴ്സസ്. അപ്പൊ നമുക്ക് 4 ടൈപ്പ് ഫോഴ്സസ് ആണുള്ളത്: ടെൻസൈൽ ഫോഴ്സ്, കംപ്രസീവ് ഫോഴ്സ്, ഷിയർ ഫോഴ്സ് ആൻഡ് ടോർഷണൽ ഫോഴ്സസ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ ആക്സിയൽ ഫോഴ്സ്. ആക്സിയൽ ഫോഴ്സിനകത്താണ് കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും വരുന്നത്. അപ്പോ കംപ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? 2 ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ബോഡിക്ക് ഉള്ളിലേക്ക് വരികയാണ്, 2 ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. അതാണ് കംപ്രസീവ് ഫോഴ്സ്. ഈ ബോഡിയുടെ പുറത്തേക്ക് 2 ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് ടെൻസൈൽ ഫോഴ്സസ്. അപ്പോ ഒന്ന് പുള്ളിങ് ഫോഴ്സും ഒന്ന് പുഷിങ് ഫോഴ്സും ആണ്. ഈക്വലന്റ് ഓപ്പോസിറ്റ് പുള്ളിങ്ങും ഈക്വലന്റ് ഓപ്പോസിറ്റ് പുഷിങ്ങും ആണ്. അപ്പോ കംപ്രസീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ബോഡിയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ബോഡിയിൽ എന്താണ്, ഇലോങ്ങേഷൻ ആണോ ഉണ്ടാകുന്നത്, അതോ ബോഡിയുടെ ലെങ്ത് കുറയുകയാണോ ചെയ്യുന്നത്? ബോഡി ലെങ്ത് കുറയും. ഈ ടെൻഷൻ ആണ് ആക്ട് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും? ടെൻസൈൽ ഫോഴ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ elongation. There will be an elongation in the body. So അപ്പോ ടെൻസൈൽ സ്ട്രെസ് ആണ് ടെൻസൈൽ ലോഡ് ആണ്, അല്ലെങ്കിൽ ബോഡിയിൽ ടെൻഷൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ്, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ ടെൻസൈൽ സ്ട്രെയിൻ. സോ ഇനി അവിടെ ബോഡിയിൽ കംപ്രസീവ് ഫോഴ്സ് ആണ് വരുന്നതെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെസ് ആണ്. അതേ കണക്കിന് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ കംപ്രസീവ് സ്ട്രെയിൻ ആണ്. അപ്പോ സ്ട്രെസ് എന്താണ്? ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. അതേ കണക്കിന് സ്ട്രെയിൻ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ടെൻസൈൽ സ്ട്രെസ് ആകുമ്പോൾ എന്താണ്? ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. കംപ്രസീവ് സ്ട്രെസ് ആകുമ്പോൾ ഡിക്രീസ് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ഈ ടെൻസൈൽ സ്ട്രെസ്സിനെയും കംപ്രസീവ് സ്ട്രെസ്സിനെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്നതാണ് നോർമൽ സ്ട്രെസ്സസ്. അപ്പോൾ ബോത്ത് ടെൻസൈൽ സ്ട്രെസ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്, അപ്പോൾ ഇതിന് പറയുന്നതാണ് നോർമൽ സ്ട്രെസ്സസ്. ക്ലിയർ ആണോ? കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും
ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെയിനും കംപ്രസീവ് സ്ട്രെയിനും. മനസ്സിലായോ? Yes, sir. Yes, sir. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ്സിനും കംപ്രസീവ് സ്ട്രെസ്സിനും കൂടി നമ്മൾ ടുഗെദർ ഒരു പേര് പറയും, നോർമൽ സ്ട്രെസ്സസ്. നോർമൽ സ്ട്രെസ്സസ്. നെക്സ്റ്റ് വൺ ആണ് ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ്. അപ്പോൾ ഷിയർ ഫോഴ്സിന് വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ കയ്യിലൊരു പീസ് ഓഫ് പേപ്പർ ഉണ്ട്. ഈ പേപ്പറിനെ ഞാൻ സിസേഴ്സ് അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കൊണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തു. അപ്പൊ ഈ കട്ടിംഗ് പ്ലെയിനിൽ നമ്മൾ ഈ പേപ്പർ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് അല്ലെങ്കിൽ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ആ കട്ടിംഗ് പ്ലെയിനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതാണ്ട് ഇതൊരു റോഡാണ്. ആ റോഡിൽ നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് കട്ട് ചെയ്യണം. അപ്പോൾ one will be moving in this side and another one will be moving in this side. അല്ലെങ്കിൽ two equal and opposite forces are acting on a material and the materials will shear off at a point. Shear off എന്ന് വെച്ചാൽ രണ്ട് സൈഡിലേക്ക് അങ്ങ് മുറിഞ്ഞു പോകുവാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് shear forces. And shear stress is defined as shear force divided by shear area. ഈ shear stress നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ടോ ആണ്. ടോ is equal to force by area. ക്ലിയർ ആണോ shear force? Yes, sir. Yes, sir. Yes, sir. എല്ലാവർക്കും Yes, sir. ഓക്കെ. അപ്പോ നമ്മളിപ്പോ എത്ര ടൈപ്പ് സ്ട്രെസ് പഠിച്ചു എന്ന് പറയാമോ? എത്ര ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ്? ആമിന മുഹമ്മദ്, മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? Sir. നമ്മൾ എത്ര ടൈപ്പ് സ്ട്രെസ്സസ് പഠിച്ചു? 4. ഏതൊക്കെയാണ്? പറയൂ ആമിന. ആമിന മുഹമ്മദ് ലെഫ്റ്റ്. അമിത്. അമിത് ഹലോ. ഗ്ലാഡ്ബിൻ ബിജു. Yes, sir. ഗ്ലാഡ്ബിൻ, നമ്മൾ എത്ര ടൈപ്പ് സ്ട്രെസ് പറഞ്ഞു? 2. ഏതൊക്കെയാന്ന് പറഞ്ഞേ? ഷിയർ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും. ഷിയർ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും എന്നൊരു സ്ട്രെസ് ഞാൻ പറഞ്ഞോ? സോറി, ടെൻസൈൽ മാറിപ്പോയി. അതിനപ്പുറത്ത് വേറെ സ്ട്രെസ് എഴുതിയിട്ടുണ്ടല്ലോ. സർ, കംപ്രസീവ് സ്ട്രെസ്. കംപ്രസീവ് സ്ട്രെസ്. ഈ ടെൻസൈൽ സ്ട്രെസ്സിനും കംപ്രസീവ് സ്ട്രെസ്സിനും കൂടി ചേർത്ത് ഒരു പേര് പറയും. എന്താണ് ആ പേര്? ആക്സിയൽ സ്ട്രെസ്. ആക്സിയൽ സ്ട്രെസ് ആണ്. നോർമൽ സ്ട്രെസ്സസ്. നോർമൽ സ്ട്രെസ്സസ്. അപ്പൊ യൂഷ്വലി നമ്മൾ സ്ട്രെസ്സസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇതുവരെയും ശ്രദ്ധിക്കാതിരിക്കുന്നത് ശ്രദ്ധിച്ചോ. അപ്പൊ സ്ട്രെസ്സസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫസ്റ്റ് വൺ ആണ് നോർമൽ സ്ട്രെസ്, NORMAL, നോർമൽ സ്ട്രെസ്. ആൻഡ് സെക്കൻഡ് വൺ ആണ് ഷിയർ സ്ട്രെസ്. അപ്പൊ സ്ട്രെസ്സസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്സസ്. ഈ നോർമൽ സ്ട്രെസ്സിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ടെൻസൈൽ സ്ട്രെസ്സസ് ആൻഡ്
compressive stresses, tensile stresses and compressive stresses. അപ്പോൾ യൂഷ്വലി നിങ്ങളിപ്പോ എക്സാമിന് ചോദിക്കുകയാണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ഫസ്റ്റ് വൺ നോർമൽ സ്ട്രെസ് ആൻഡ് സെക്കൻഡ് വൺ ഷിയർ സ്ട്രെസ്. ഈ നോർമൽ സ്ട്രെസ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ടെൻസൈൽ സ്ട്രെസ്സസ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സസ്. ഇനി അതേ കണക്ക് തന്നെ സ്ട്രെയിൻ എന്ത് വരും? ടെൻസൈൽ സ്ട്രെയിൻ, കംപ്രസീവ് സ്ട്രെയിൻ ആൻഡ് നെക്സ്റ്റ് വൺ ഷിയർ സ്ട്രെയിൻ. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്താണ്? ഷിയർ സ്ട്രെസ്സസ് ഡിവൈഡ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോഴും ഇതിനങ്ങനെ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഇനി നമുക്കൊരു കോൺസ്റ്റന്റ് പഠിക്കാനുണ്ട്, മോഡുലസ് ഓഫ് റിജിഡിറ്റി. ആൻഡ് ദ മോഡുലസ് ഓഫ് റിജിഡിറ്റി is defined as shear stresses divided by shear strain. Modulus of rigidity is defined as shear stress divided by shear strain. ഈ മോഡുലസ് ഓഫ് റിജിഡിറ്റിക്ക് n മാത്രമല്ല, ഒന്നുകിൽ ക്യാപിറ്റൽ സി അല്ലെങ്കിൽ ക്യാപിറ്റൽ ജി എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോ സ്ട്രെസ്സസ് പറയുമ്പോൾ നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. സ്ട്രെസ്സസ് പറയുമ്പോൾ നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്സസ്. ആൻഡ് നോർമൽ സ്ട്രെസ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ടെൻസൈൽ സ്ട്രെസ്സസ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സസ്. ഇനി സ്ട്രെയിൻ പറയുമ്പോൾ എന്താണ്? ടെൻസൈൽ സ്ട്രെയിൻ, കംപ്രസീവ് സ്ട്രെയിൻ ആൻഡ് ഷിയർ സ്ട്രെയിൻ. അപ്പോ സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇനി ടെൻസൈൽ സ്ട്രെയിൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ടെൻസൈൽ സ്ട്രെയിൻ ആണെങ്കിൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞ ടെൻസൈൽ സ്ട്രെയിന്റെ ഇക്വേഷൻ? Increase in length divided increase in length. ഇതാണ് ടെൻസൈൽ സ്ട്രെയിൻ എന്ന് വെച്ചാൽ ഒരു ബോഡിയിൽ two equal and opposite forces, the forces are acting away from the body. അപ്പൊ എന്താണ്? ബോഡിയിൽ ഇലോങ്ങേഷൻ ഉണ്ടാവും. അപ്പൊ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കംപ്രസീവ് സ്ട്രെയിൻ decrease in length by decrease in length by original length. ഇനി ഷിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോഴോ? ഷിയർ സ്ട്രെയിൻ change in length by ഷിയർ സ്ട്രെയിൻ നമുക്ക് അങ്ങനെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയില്ല. വൺ സെക്കൻഡ്. Opposite force. നമുക്കൊരു ചേഞ്ച് ഇൻ ലെങ്ത് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയില്ല. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, അത്രയും നമുക്ക് പറയാൻ പറ്റൂ ഷിയർ സ്ട്രെയിനകത്ത്. ടെൻസൈലും കംപ്രസീവും വരുന്നതിനകത്ത് ഒരു വലിയൊരു ചേഞ്ചസ് ഒന്നും ഷിയർ സ്ട്രെയിനകത്ത് വരത്തില്ല. അതാണ്ടേ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന കണക്ക് തന്നെ. ഇപ്പൊ ഇത് ഒരു കറക്റ്റ് റെക്ടാങ്കുലർ ആയിരുന്നു. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ചെറിയ മൂവ്മെന്റേ ഉണ്ടാകത്തുള്ളൂ. ആ ബോഡിയുടെ ഡയമെൻഷനകത്തൊന്നും വളരെ ചേഞ്ചസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറിയ ആ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോ ഷിയർ സ്ട്രെയിൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. അപ്പൊ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ഇതിന് പറയുന്നത്. ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഈ ഡെൽറ്റ എൽ എന്ന് ഉദ്ദേശിക്കുന്നതാണ്ടേ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയായിരുന്നു. ഈ ഒരു ഡിസ്റ്റൻസ്. ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലെങ്കിൽ ഈ ബേസിലെ ഡിസ്റ്റൻസ്, അതാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി മോഡുലസ് ഓഫ് റിജിഡിറ്റി is defined as shear stress divided by shear strain. ഈ മോഡുലസ് ഓഫ് റിജിഡിറ്റി നമുക്ക് ഒന്നെങ്കിൽ സി അല്ലെങ്കിൽ ജി അല്ലെങ്കിൽ എൻ, ഇത് ഏതെങ്കിലും വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം, സി ഓർ എൻ ഓർ ജി. ഇനി നിങ്ങൾ നേരത്തെ ചോദിച്ചത് വാട്ട് ഈസ് ടോർഷൻ. അപ്പൊ ടോർഷണൽ ഫോഴ്സ് എന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ബീം ഉണ്ടെങ്കിൽ ആ ബീമിലേക്ക് ഒരു ട്വിസ്റ്റിംഗ് എഫക്റ്റിലുള്ള ഒരു ഫോഴ്സ് വരുവാണെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും? അത് ട്വിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ റൊട്ടേഷൻ ഫോഴ്സ് വരുവാണെങ്കിൽ ആ ബോഡിക്ക് ഒരു ഈ ഫിഗറിൽ കാണാം, റൊട്ടേഷൻ പോസിബിൾ ആകും. അങ്ങനെയുള്ള തന്നെയാണ്, അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ടോർഷൻ. അപ്പൊ യൂഷ്വലി നമുക്ക് ടോർഷൻസ് പറയുന്നത് മൂവിങ് വെഹിക്കിൾസ് അല്ലെങ്കിൽ മെഷീൻ പാർട്സിലൊക്കെയാണ് ടോർഷൻസ് പറയുന്നത്. ബീമിനകത്ത് ടോർഷന്റെ എഫക്റ്റ് ഉണ്ട്, പക്ഷെ വളരെ ചെറുതാണ്. ഇനി
നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇലാസ്റ്റിക് ബോഡീസ് ആൻഡ് ഇലാസ്റ്റിസിറ്റി. സോ ഇലാസ്റ്റിക് ബോഡീസ്, റബ്ബർ ബാൻഡ് ഫോർ എക്സാമ്പിൾ, എന്താണ്? നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ റീഗെയിൻ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അതാണ് ഇലാസ്റ്റിക് ബോഡീസ്. Bodies having the ability to regain the original shape after removal of external load is known as elastic bodies. The elasticity, it is a property of which certain material return back to their original position after the removal of external force. About elastic bodies and elasticity, important ആണ് elastic bodies and elasticity. The elastic limit, അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് പറയാനാണെങ്കിൽ, അപ്പോൾ ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ്, ഈ റബ്ബർ ബാൻഡ് അങ്ങ് വളരെ ഒരുപാട് അങ്ങ് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പോയി, എന്ത് സംഭവിക്കും? ഒരു പരിധിയിൽ കൂടുതൽ റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പൊട്ടിപ്പോവും. അത്രേ ഉള്ളൂ ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? ബോഡി ഒറിജിനൽ ഷേപ്പ് റീറ്റെയിൻ ചെയ്യില്ല. പിന്നെ കുറച്ചും കൂടി നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ ബോഡി വിൽ ബ്രേക്ക്. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ദ വാല്യൂ ഓഫ് സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ ലിമിറ്റിംഗ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ദ മെറ്റീരിയൽ. സോ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് ഹുക്സ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹുക്സ് ലോ. സോ ഹുക്സ് ലോ പറയുന്നത് സ്ട്രെസ് is directly proportional to strain. So stress is directly proportional to strain when the body is loaded within elastic limit. When the body is loaded within elastic limit. അപ്പോൾ നമ്മുടെ റബ്ബർ ബാൻഡ് തന്നെ, റബ്ബർ ബാൻഡ് ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ എന്ത് ചെയ്യാണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ റബ്ബർ ബാൻഡിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അതിന്റെ ഫിഗർ ആണ് ഈ വരച്ചിരിക്കുന്നത്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. എന്താണോ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോ ഇത്രയും പോർഷനിലാണ് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നത്. എന്താ പറയാ? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ വെൻ ദ ബോഡി ഈസ് ലോഡഡ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഈ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ്, ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന കണ്ടീഷൻ. അപ്പോ ഈ ഒരു ടേം നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡെഫിനിഷൻ തെറ്റാണ്. അപ്പോ ഹുക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ മെറ്റീരിയൽ ഈസ് ലോഡഡ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഹുക്സ് ലോ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ വെൻ ദ മെറ്റീരിയൽ ഈസ് ലോഡഡ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ ഈ ഫിഗറിനകത്താണ്ട് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ ഉണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ ആണ് ഇലാസ്റ്റിക് ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന പോർഷൻ. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞ കാര്യങ്ങള്? ഈ ലോഡഡ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ലോഡഡ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ചാല് ഇപ്പോ ഈ റബ്ബർ ബാൻഡ് ഞാൻ സ്ട്രെച്ച് ചെയ്യാണ്. സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് ഒറിജിനൽ ഷേപ്പിലേക്ക് തന്നെ വരുമോ? കുറച്ചും കൂടി ഇലോങ്ങേറ്റ് ആയിട്ട് നിൽക്കത്തില്ലേ? ഒരുപാട് നേരം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഫോഴ്സ് കൊടുത്ത് സ്ട്രെച്ച് ചെയ്താൽ എന്ത് ചെയ്യും? ഒറിജിനൽ ഷേപ്പ് ആയിരിക്കില്ല, കുറച്ചും കൂടി വലിയൊരു ഷേപ്പിലേക്ക് ആയിരിക്കും അത് റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു വരും. അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഒറിജിനൽ ഷേപ്പ് ഏതാണോ ആ ഒറിജിനൽ ഷേപ്പിലേക്ക് റീറ്റെയിൻ ചെയ്യുന്നതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോ ആ ബോഡി ഇലാസ്റ്റിക് ലിമിറ്റിൽ ആണ് ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇനി നെക്സ്റ്റ് വൺ ആണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. യങ്സ് മോഡുലസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇ ആണ്. യങ്സ് മോഡുലസ് is defined as stress divided by strain. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടെൻസൈൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ടെൻസൈൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ കംപ്രസീവ്
strain. അപ്പോൾ Young's modulus can be defined as tensile stress by tensile strain or compressive stress divided by compressive strain. It is denoted by capital E. ഇനി മോഡുലസ് ഓഫ് റിജിഡിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ C അല്ലെങ്കിൽ N അല്ലെങ്കിൽ G. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ്, ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, sir. അടുത്ത ടോപ്പിക്ക് നമുക്ക് ഇന്ന് എടുക്കണ്ട, ബിക്കോസ് ഇന്ന് എടുത്തെങ്കിൽ അത് കൺഫ്യൂഷൻ ആയിപ്പോകും. അപ്പൊ ഇത്രയും ടോപ്പിക്സ്, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നല്ല തറവായിട്ട് പഠിച്ചാൽ മാത്രമേ അടുത്ത ടോപ്പിക്ക് നിങ്ങൾക്ക് ഈസി ആവുള്ളൂ. അപ്പോ ഈ പറഞ്ഞ പോർഷൻസിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ഇന്ന് പറഞ്ഞ ടോപ്പിക്കിൽ, ഇത്രയും ടോപ്പിക്കിൽ, മോഡ്യൂൾ 3 ഇത്രയും ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടാകും, പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകത്തില്ല എല്ലാവർക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് എല്ലാം ഡയറക്റ്റ് തിയറിയും ഫോർമുലയല്ലേ? അതെ. ആ സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, നോർമൽ സ്ട്രെസ് എന്താണ്, നോർമൽ സ്ട്രെസ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുമ്പോൾ ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ബേസിക് കൺസെപ്റ്റ്സ് ഒന്ന് ഓർത്തിരിക്കണം. ഫോർമുലാസ് പഠിക്കണോ? ഫോർമുലാസ് പഠിക്കണം. ഫോർമുലാസ് പഠിച്ചാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇതിന്റെ ഡയറക്റ്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ല എക്സാമിന്. പക്ഷെ അടുത്ത സെമസ്റ്ററിലൊക്കെ നിങ്ങൾക്ക് സ്ട്രെസ്സിന്റെയും സ്ട്രെയിന്റെയും കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. തേർഡ് മോഡ്യൂളും പ്രോബ്ലംസ് ഒന്നും ഇല്ല, 4th മുതൽ പ്രോബ്ലംസ് ഉണ്ട്. ഈ പറഞ്ഞ കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആണോ? റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ഈ പ്രോബ്ലംസ് ആണ് കൂടുതൽ കാണുന്നത്. അല്ല, എല്ലാത്തിനും ഒരു ഈക്വൽ വെയിറ്റേജ് ആണ്. ആദ്യത്തെ 3 മോഡ്യൂൾസിൽ തിയറി പോർഷൻസ് ആണ് വരുന്നത്. 4, 5, 6 പ്രോബ്ലംസ് വരുന്നത്. അപ്പോ രണ്ടും കൂടുതലും പ്രോബ്ലംസ് ആയിട്ട് 4, 5, 6 നമുക്ക് അതിനകത്ത് 5, 6 മാർക്ക് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കുറച്ച് ടോപ്പിക്സ് അതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് പകുതി സാധനങ്ങൾ അറിയാതെ വരും. അപ്പോൾ നമ്മൾ ഈ പഠിച്ച പോർഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്, എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ മനസ്സിലാവും. അപ്പൊ ഇത്രയും 3 മോഡ്യൂളിൽ നിന്നൊക്കെ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അല്ല സാർ, ഇപ്പൊ നമ്മൾ പഠിച്ചതെല്ലാം പണ്ട് പഠിച്ച ഫിസിക്സ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് അല്ലേ? അപ്പൊ ഇനിയുള്ള പോർഷൻസ് അങ്ങനെ? ഇനിയുള്ള പോർഷൻസ് അങ്ങനല്ല. ഇനിയുള്ള പോർഷൻസ് എല്ലാം പുതിയതാണ്. ഇനിയുള്ള എല്ലാം പുതിയതാണ്. ഇപ്പൊ നമ്മൾ ന്യൂട്ടൺസ് ലോ ഒക്കെ വെച്ചുള്ള കാര്യങ്ങളൊക്കെയാ പറഞ്ഞു വരുന്നത്. ഇനിയുള്ളതിനകത്തൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും, പക്ഷെ അത് എളുപ്പമാണ്. പ്രോബ്ലംസ് ഒക്കെ 2-3 തവണ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ അറ്റൻഡൻസ് എടുക്കുവാണ്, എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം.